പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണം. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണം. ഞാനെപ്പോഴും ഇങ്ങനെയാണ് പ്രാർത്ഥിക്കണം. ഈശോയെ, സഭയിലുള്ള നിന്റെ സാന്നിധ്യം ഞാൻ 100 വട്ടം കണ്ട് അനുഭവിച്ച 10,000 മനുഷ്യരിൽ അനുഭവേദ്യമായ സഭയിലുള്ള നിന്റെ സാന്നിധ്യം. കർത്താവെ, ഈ ദിവസം വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റിരുന്നത് കൂടുന്നവരുണ്ട്. സമയം രാവിലെ ഇപ്പോൾ കിട്ടാത്ത കാരണം പിന്നീട് കൂടുന്ന മക്കളുമുണ്ട്. ആരായാലും ശരി കർത്താവെ, അവരെ നീ ആശീർവദിക്കണം. ഇന്നത്തെ ദിവസം അവരുടെ അശ്രദ്ധ കൊണ്ടായിരിക്കും ചിലപ്പോൾ സമയത്ത് അവരത് ഓർത്ത് കാണാത്തതായിരിക്കും. പക്ഷെ അകപ്പെട്ടു പോയി. അങ്ങനെയുള്ളവരെ കർത്താവ് ശിക്ഷിക്കരുത്. നീ അവരെ കരുണയോടെ ആദ്യതയോടെ നീ പാതാളങ്ങളിൽ ഇറങ്ങിയ ദിവസമാണ്.
ഞങ്ങൾ വിശ്വാസ പ്രമാണത്തിൽ ഏറ്റു പറയുന്നുണ്ട്. അവൻ മരിച്ചു 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അവൻ പാതാളം ഇറങ്ങി. അത് ഈശോയെ, മനുഷ്യൻ്റെ അകപ്പെട്ടു പോയ ഇടങ്ങൾ തോറ്റ് പരീക്ഷയുടെ പാതാളത്തിൽ പോയ ആൾക്കാരുണ്ട്. ഇൻ്റർവ്യൂവിന് തോറ്റ് വിസ പ്രോസസ്സിങ്ങിൽ പെട്ടുപോയവരുണ്ട്. അതിൻ്റെ ഒരു പാതാളം നിങ്ങളുടെ മുമ്പിലുണ്ട്. ഓരോ ബിസിനസ്സുകൾ, ഓരോ കച്ചവടങ്ങൾ നഷ്ടം വന്ന് നഷ്ടത്തിൻ്റെ പാതാളത്തിൽ പോയ ആൾക്കാരുണ്ട്. ഈശോയെ, രോഗങ്ങൾക്ക് മരുന്ന് കഴിച്ച് ഓപ്പറേഷൻ ഡോക്ടർ തന്നെ പറയുന്നു ഓപ്പറേഷൻ ചെയ്താലും ശരിയാകുമെന്ന് അറിയത്തില്ലെന്ന് പറയുമ്പോൾ രോഗത്തിൻ്റെ പാതാളത്തിൽ അകപ്പെട്ടവരുണ്ട്. പക്ഷേ ഓരോ രാജ്യങ്ങളിൽ മെഡിസിനൊക്കെ എടുത്തിട്ട് തിരിച്ചു വന്നിട്ട് ഇന്ത്യൻ പരീക്ഷ എഴുതിയിട്ട് തോറ്റുപോയവരുണ്ട്. അവർക്ക് ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു പോയവരുണ്ട്. വിവിധ രാജ്യങ്ങളിൽ കർത്താവെ ഓരോരോ പരീക്ഷകൾ, അതുപോലെ തന്നെ ഓരോ തരത്തിലുള്ള തീസിസ് വർക്കുകൾ, PhD തീസിസ് വർക്കുകൾ, ചില പാതാളങ്ങളിൽ ചെന്ന് അകപ്പെട്ടവരുണ്ട്. ഈശോയെ, ചില ഗുരുക്കന്മാർ, ഗൈഡുമാർ ശിക്ഷിക്കുന്നവരുണ്ട്. മാനസികമായ പലതരത്തിലുള്ള സാഡിസ്റ്റുകളായിട്ടുള്ളവരുണ്ട്. ഈശോയെ, അങ്ങനെയുള്ള പാതാളങ്ങളിൽ ചെന്ന് അകപ്പെട്ടവരുണ്ട്. ഈശോയെ, ഇതുപോലെ ഓരോ വിഷയങ്ങളും മനുഷ്യൻ അനുഭവിക്കുന്ന സാമ്പത്തികത്തിലെ കടങ്ങൾ, ചിലയിടത്ത് കൊണ്ടുപോയി പണയം വെച്ചിട്ട് അവസാനം നമ്മുടെ കിഡ്നി വരെ വിറ്റാലും തീരാത്ത അവസ്ഥയിൽ പുതിയ പലിശക്കടങ്ങൾ വന്ന് പാതാളത്തിൽ അകപ്പെട്ടവരുണ്ട്. ഈശോയെ, ഈ ദിവസങ്ങളിൽ നീ പുനരുത്ഥാനത്തിൻ്റെ ഭാഗമായി പാതാളത്തിൽ ഇറങ്ങിയ ദിവസമാണ് ഈശോയെ. മനുഷ്യൻ്റെ എല്ലാ പാതാളങ്ങളിലേക്കും, കല്യാണം കെട്ടാതെ വയസ്സായി നരച്ചു പോയി, കുഞ്ഞുങ്ങളില്ലാതെ നിന്ന് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള മോഹങ്ങളും പോയി, അങ്ങനെ പാതാളത്തിൽ അകപ്പെട്ടവരുണ്ട്. ഈശോയെ, നീയാണ് പുനരുത്ഥാനം, നീ മാത്രമാണ് പുനരുത്ഥാനം. ഞങ്ങളുടെ എല്ലാ നഷ്ടപ്പെട്ട പ്രതീക്ഷകളും, അടക്കപ്പെട്ട പ്രതീക്ഷകളെ കർത്താവ് നിൻ്റെ പ്രകാശത്താൽ, തിരുവുത്ഥാന പ്രകാശത്താൽ പുതിയ പ്രത്യാശ നൽകിക്കൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എന്തെല്ലാം വിഷയത്തെ ദൈവവേദനെ നീ ഇന്ന് വേദനിക്കുന്നുണ്ടോ അതെല്ലാം കർത്താവിൻ്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ എന്ന് ഈശോനാമത്തിൽ കൽപ്പിക്കുന്നു. പിതാമ്പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വീശ്വരൻ നീക്കുക. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെ ഈ ചന്ദ്രനില്ലേ, ചന്ദ്രൻ്റെ വ്യാസവും നമ്മുടെ പസഫിക് സമുദ്രത്തിൻ്റെ വ്യാസവും ഒന്നാണെന്ന് ഞാൻ പണ്ട് എവിടെയോ വായിച്ചിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതോ ഒരു കാലത്ത് ഭൂമിയുടെ അടുത്തുകൂടി ഒരു മഹാഗോളം പോയപ്പോഴേ ഭൂമിയുടെ ഒരു കഷണം ആകർഷിച്ച് തെറിച്ചു പോയി നിൽക്കുന്നതാണ് ചന്ദ്രൻ എന്ന് പണ്ട് ശരിയോ തെറ്റോന്ന് ഇപ്പോഴും എനിക്കറിയാൻ പാടില്ല, പറഞ്ഞു കേട്ടിരിക്കുന്നതാണ്. ചുമ്മാ നാട്ടുപ്രസ്ഥാനമല്ല, സ്കോളേഴ്സ് പറഞ്ഞു കേട്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഈ നിക്കഡേമോസ് ആയിരുന്നല്ലേ ഈ ദിവസങ്ങളൊക്കെ സംസാരിക്കണത്. നിക്കഡേമോസിൻ്റെ സംസാരത്തിൽ നിന്ന് ഒരു വചനം തെറിച്ചു പോയി. അത് 3-ാം അധ്യായത്തിൽ നിന്ന് 6-ാം അധ്യായത്തിൽ കിടപ്പുണ്ട്. അതെന്താണെന്നറിയാമോ? അത് ആ കഷ്ണം എടുത്ത് ഇവിടെ വെച്ചാലേ ഒക്കത്തുള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് നിക്കഡേമോസിനെ കാണുമ്പോൾ ഈശോ എന്താ പറയണത്? ജഡത്തിൽ ജനിക്കുന്നത് ജഡവും. യോഹന്നാൻ 3:6. യോഹന്നാൻ 3:6. മാംസത്തിൽ നിന്ന് ജനിക്കുന്നത് മാംസം, മാംസത്തിൽ നിന്ന് ജനിക്കുന്നത് മാംസവും, ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവും, ആത്മാവ് ജനിക്കുന്നത് ആത്മാവും. അപ്പോൾ ഇവിടെ വെച്ച് പറയേണ്ട, ഇവിടെ നിന്നൊരു കഷ്ണം തെറിച്ചു പോയി ചന്ദ്രനെ പോലെ പുറത്ത് കിടക്കി. എവിടെ? 6:63 കിടപ്പുണ്ട്. അതെടുത്ത് ഇവിടെ വെച്ചാലേ ഒക്കത്തുള്ളത്. അതേതാണെന്നറിയാമോ? അത് വേറെ കോണ്ടക്സ്റ്റ് പറഞ്ഞതാണ്. പക്ഷേ ആത്മാവാണ് ജീവൻ നൽകുന്നത്. ജഡത്തിൽ നിന്ന് ജനിക്കുന്ന ജഡവും ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവും എന്ന് പറഞ്ഞാൽ 3:6. ഇനി 6:63 എന്താണ്? ആത്മാവാണ് ജീവൻ നൽകുന്നത്. ആത്മാവാണ് ജീവൻ നൽകണത്. ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല, ജഡം ഒന്നിനും ഉപകരിക്കുന്നില്ല. നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. അപ്പൊ എന്താ വ്യത്യാസം അറിയാമോ? ജഡത്തിൽ നിന്ന് ജനിക്കുക ജഡം. ദൈവത്തിന് ആ സ്നേഹം തന്നെയുണ്ട്. ഒരു അമ്മയെ മകൻ വയറ്റിലേക്ക് കുത്തി വെള്ളമൊടിച്ചിട്ട് കുറ്റിയപ്പോഴും അമ്മ പറഞ്ഞ്, എടാ മോനെ കുറ്റി, അമ്മ മരിക്കാൻ പോയാ, എടാ കൈമുറിയാതെ നോക്കണമെന്ന് പറഞ്ഞ്. അതാണ് നമ്മളെ ദൈവം. നമ്മൾ എന്തോരം ദൈവത്തിനെ ദ്രോഹിച്ചാലും
ദൈവത്തിന് ആ സ്നേഹത്തിൽ ഒരു വ്യത്യാസം ഉണ്ടാകില്ല. പ്രൈസ് ദി ലോർഡ്. അത് ആദ്യം മനസ്സിലാക്കണേ അമ്മോ. നമുക്കൊക്കെ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഞാൻ അകന്നുപോയി, പണ്ടത്തെ എനിക്ക് പ്രാർത്ഥനയില്ല, ഞാൻ പല ചീത്ത വാക്കുകൾ പറഞ്ഞില്ല, പാപം ചെയ്ത്. പക്ഷെ ദൈവത്തിന് ആ സ്നേഹം തന്നെയുണ്ട്. പക്ഷെ ദൈവത്തിന് തൊടാൻ സാധിക്കില്ല നിങ്ങളെ, നമ്മൾ പാപം ചെയ്യുമ്പോൾ, അകന്നു പോകുമ്പോൾ. ഇത് ശ്രദ്ധിക്കണം. ഇന്ന് അനുഭവം നിങ്ങൾക്ക് കിട്ടും. പ്രൈസ് ദി ലോർഡ്. ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ ഇന്ന് ഈ ഒരു ബോധ്യം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇന്ന് കിട്ടും. പ്രൈസ് ദി ലോർഡ്. ദൈവം ആഗ്രഹിച്ചിരിക്കുക, ഇങ്ങനെ ദാഹിച്ചിരിക്കുക, എങ്ങനെയും ഞാൻ അവനെ തൊടണം, അവൻ്റെ സങ്കടങ്ങൾ മാറ്റണം. അത് ദൈവത്തിൻ്റെ ആഗ്രഹമാണ്. ദൈവം ആഗ്രഹിക്കുന്നില്ല നമ്മൾ അറിയിച്ച് നിൽക്കണമെന്ന് ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ആ ദൈവത്തെ നിങ്ങൾ മനസ്സിലാക്കണം. ആ ദൂതപുത്രൻ്റെ ഉപമയിൽ ലൂക്ക 15:13 അവൻ ദൂരെ തന്നെയായിരുന്നു. പക്ഷെ പിതാവിനെ അവൻ്റെ അടുത്ത് എത്താൻ പറ്റിയില്ല. ആദ്യം അവൻ പോയി. പക്ഷെ 15:20 നോക്കുമ്പോൾ, ലൂക്ക 15:20 നോക്കുമ്പോൾ അപ്പോഴും ദൂതപുത്രൻ ദൂരമായിരുന്നു. പക്ഷെ പിതാവ് അവനെ തേടി അങ്ങോട്ട് പോയി, ഓടിപ്പോയി. അവനെ പോയി കെട്ടിപ്പിടിച്ച് അവർക്ക് വസ്ത്രം കൊടുത്ത്, മോതിരം കൊടുത്ത്, ചെരുപ്പ് കൊടുത്ത്, നല്ല ഭക്ഷണം കൊടുത്ത്, എന്ന് വെച്ചാൽ അവൻ്റെ എല്ലാ ദുഃഖവും മാറ്റിക്കൊടുത്ത് പിതാവിനെ തൊടാൻ സാധിച്ചു. അതെന്താ സംഭവിച്ചത്? ആദ്യം അവൻ പിതാവിനെ വിട്ടുപോയി. പക്ഷേ അവനിക്ക് അനുതാപമുണ്ടായിരുന്നില്ല. രണ്ടാമത് അവൻ ആ ദൂരത്തന്നെ, അത് ശ്രദ്ധിച്ച് വായിച്ചറിയാൻ പറ്റും. ലൂക്ക 15:20 നിങ്ങൾ ബൈബിൾ എടുത്ത് ശ്രദ്ധിച്ച് പരിശുദ്ധാത്മാവിനെ ധ്യാനിച്ച്, പരിശുദ്ധാത്മാവിനെ നിറവിന് വേണ്ടിയിട്ട് അത് നല്ല രീതിയിൽ ഇങ്ങനെ വായിച്ചു നോക്കി അറിയാൻ പറ്റും. അപ്പോഴും അവൻ ദൂരം തന്നെയായിരുന്നു. അവൻ അടുത്തെത്തിയിട്ടില്ല, അകത്തൊന്നും എത്തിയിട്ടില്ല, പിതാവിൻ്റെ അടുത്ത് എത്തിയിട്ടില്ല. പക്ഷെ പിതാവ് ഓടി. അപ്പോൾ ഈ എന്താ അങ്ങനെ സംഭവിച്ചത്? 2 പ്രാവശ്യം അവൻ ദൂരമായിരുന്നു. പക്ഷേ രണ്ടാമത്തെ പ്രാവശ്യം പിതാവിനെ അവനെ തൊടാൻ സാധിച്ചു. ആദ്യത്തെ പ്രാവശ്യം തൊടാൻ സാധിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. അതെന്താ കാര്യമെന്ന് വെച്ചാൽ 15:19 നോക്കുമ്പോൾ അവൻ അനുതപിച്ച്, പിതാവേ, അവൻ അനുതപിച്ച് പറഞ്ഞു പോലുമില്ല, മനസ്സിൽ അനുതപിച്ച്, മനസ്സിൽ മാറ്റമുണ്ടായി അവന്. അവൻ പറഞ്ഞ്, ഞാൻ ദൈവത്തിനെതിരെയും എൻ്റെ പിതാവിനെതിരെയും ഞാൻ പാപം ചെയ്തു പോയി. പ്രൈസ് ദി ലോർഡ്. അത് പ്രഖ്യാപിക്കണം, അത് പറയണം. അത് പറയണമെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ വാതിൽ തുറന്ന്, അമ്മ തന്നെയാണ് അനുദപിക്കുമ്പോൾ വാതിൽ തുറന്നു കൊടുക്കണം ദൈവത്തിന് നമ്മളെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ. നമ്മൾ പലവരും സംഭവിക്കുന്ന, ഞാനൊക്കെ അനുദപിച്ചല്ലോ, ഞാൻ കുമ്പസാരിച്ചല്ലോ, പിന്നെ എന്താ എനിക്ക് വ്യത്യാസമില്ലാത്തത്? അപ്പോൾ നമ്മൾ ഉടമ്പടി എടുക്കുമ്പോൾ ഉടമ്പടി ഒരു അനുതാപം തന്നെയാണ്, ദൈവത്തിലേക്ക് തിരിച്ച് വിളിയാണ്. ഉടമ്പടി തന്നത് തന്നെ മാതാവ് അതിന് വേണ്ടിയിട്ടാണ്. എൻ്റെ മക്കളെ എന്നോട് വീണ്ടും എടുക്കണം, എല്ലാവരും ദൂരെ നിൽക്കുകയാണ്, തിരിച്ച് എന്നിലേക്ക് വരണം. പ്രൈസ് ദി ലോർഡ്. ദൂതപുത്രനെ പോലെ തന്നെയാണ് പിതാവ് എന്താ ചെയ്തത്? അത് ഇതിൽ കളിച്ചതാരാണ്? ഇവൻ എങ്ങനെയാ മകൻ സ്വന്തം ഇഷ്ടത്തിനാണോ തിരിച്ചു വന്നത്? ഇല്ല. അനുദപിക്കാൻ കാരണമായത് അവൻ സ്വന്തം ഇഷ്ടം കൊണ്ടൊന്നുമില്ല. അവൻ ഒരിക്കലും അനുദപിക്കില്ലായിരുന്നു. പക്ഷെ പിതാവ് ഒരു ടെക്നിക്ക് ചെയ്ത്, അവിടെ പിതാവ് എന്ത് ചെയ്ത്, അവിടെ സഹനം അനുവദിച്ചു കൊടുത്ത്. പ്രൈസ് ദി ലോർഡ്. സഹനം അനുവദിച്ചു കൊടുത്ത്. അവിടെ ക്ഷാമം ഉണ്ടായി അവൻ്റെ നാട്ടിൽ. ക്ഷാമം മാത്രമേ ഉണ്ടായപ്പോൾ പോലും അവനിക്ക് ഈ അനുതാപം ഉണ്ടായിരുന്നില്ല, അനുദപിക്കാനുള്ള മനസ്സുണ്ടായിരുന്നില്ല. രണ്ടാമത്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇത് ശ്രദ്ധിക്കുക, വളരെ സിമ്പിളായിട്ടാണ്, ചെറിയ കാര്യമാണ്. ഇതൊക്കെ ഞാൻ അനുഭവിച്ച് നോക്കിയിട്ട് പറയുക, വെറുതെ പഠിച്ചെടുത്തിട്ട് ബൈഹാർട്ട് ചെയ്തിട്ട് പറയുന്നില്ല. ഇത് എനിക്കിവിടെ അവിടെ കോയമ്പത്തൂർ സ്പീച്ചുണ്ട്, പക്ഷേ ഇവിടെ വരുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ടെൻഷനാണ്. 2-3 ആഴ്ചയായിട്ട് ഞാൻ എല്ലാ കുർബാനയ്ക്കും പ്രാർത്ഥിച്ച് എന്തെങ്കിലും പറഞ്ഞ് ഉള്ള വിശ്വാസം അവരുടെ പോകരുത് ദൈവമേ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞാൻ വന്നത്. എന്നിട്ട് ചിലപ്പോൾ കിടന്നുറങ്ങുമ്പോൾ ദൈവം ഒരേ വചനം തരും.
അതൊക്കെ എടുത്ത് അപ്പം എഴുതി വയ്ക്കും. ചിലപ്പോൾ രാത്രി എഴുതില്ല, കാലത്ത് എടിച്ചിട്ട് എഴുതി വയ്ക്കും. അത് സിമ്പിളായിട്ടാണ്. അനുതാപം തന്ന എനിക്ക് അനുതാപത്തിൻ്റെ എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു. പക്ഷെ ദൈവം അങ്ങോട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കുക. ഹല്ലേലൂയ. അപ്പോൾ പിതാവ് ചെയ്തത് എന്താ അവിടെ? പിതാവ് ചെയ്തത് അവിടെ സഹനം അനുവദിച്ചു കൊടുത്ത് ക്ഷാമം ഉണ്ടായി. അവൻ്റെ ദേശത്തിൽ ക്ഷാമം ഉണ്ടായി, അവൻ പോയ സ്ഥലത്ത് ക്ഷാമം ഉണ്ടായി. ക്ഷാമം ഉണ്ടായത് മാത്രമല്ല, പന്നിക്ക് കൊടുക്കുന്ന ഭക്ഷണം പോലും നിഷേധിക്കപ്പെട്ട്. അവർക്ക് എന്താ കാര്യമെന്ന് വെച്ചാൽ ഭക്ഷണം, സാധാരണ ഭക്ഷണം കിട്ടാത്തത് മാത്രമല്ല, എന്താ പന്നികൾ കഴിക്കുന്ന ഭക്ഷണമല്ലേ, ആ തവിടില്ലേ, അതുപോലും അതിനെ കിട്ടാതായി. നമ്മളുടെ ജീവിതത്തിലും പ്രൈസ് ദി ലോർഡ് നമുക്ക് പലപ്പോഴും തോന്നും, എന്താണ് ന്യായപ്പടി എനിക്ക് കിട്ടാനുള്ള, സാധാരണ ദൈവത്തെ തീരെ അറിയാത്തവർക്ക് പോലും കിട്ടുന്നത് പോലും എനിക്ക് നിഷേധിക്കപ്പെട്ടത് എന്തുകൊണ്ടാണ്? എൻ്റെ ജീവിതത്തിൽ എന്തിനാണ് ഈ ക്ഷാമം ഉണ്ടായത്? എൻ്റെ കുടുംബത്തിൽ എന്തിനാണ് ഈ പ്രശ്നം ഉണ്ടായത്? ഭർത്താവും ഞാൻ തമ്മിൽ സ്നേഹമില്ലാത്തത് എന്താണ്? ഈ ക്ഷാമം ഉണ്ടായ കാര്യം എന്താണ്? ഇത് ദൈവം തിരിച്ച് വിളിക്കുകയാണ്, അനുദപിക്കാനാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മൾ അനുദപിക്കണം അതിന്. അപ്പോൾ ഞാൻ അനുദപിച്ചിട്ടുണ്ടല്ലോ, ഞാൻ കുമ്പസാരിച്ചിട്ടുണ്ടല്ലോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് 2 കൊരിന്ത്യർ 7:10 അതിൽ പറയുന്നത്, ദൈവം തരുന്ന ദുഃഖം, പ്രൈസ് ദി ലോർഡ്, ദൈവം അനുവദിച്ച് തരുന്ന ദുഃഖം അത് അനുതാപത്തിന് വേണ്ടിയിട്ടാണ്. അത് നമ്മൾ ആ രീതിയിൽ ദൈവം തന്നാണ് എടുത്തു കഴിഞ്ഞാൽ അത് അനുതാപത്തിന് വേണ്ടിയിട്ട് നമ്മൾ പ്രയോജനപ്പെടുത്താൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. ഈ ദുഃഖം ലോകത്തിൻ്റെ ആണെന്ന് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് വേദനയെ തരുള്ളൂ. അപ്പോൾ എന്ത് സഹനം നമ്മുടെ ജീവിതത്തിൽ വന്നാലും നമ്മൾ അപ്പം മുട്ടിപ്പേ നിന്ന് അനുദപിക്കാൻ നോക്കണം. അപ്പോൾ അത് അനുദപിക്കാൻ വേണ്ടിയിട്ട് ദൈവം തന്നതാണ്. നിന്നെ വലിയ അനുഗ്രഹത്തിലേക്ക് കൊണ്ടുവരാൻ, നിന്നെ തന്നെ ഒരു അനുഗ്രഹമാക്കി മാറ്റാനും, നിന്നെ വലിയൊരു ജനതയാക്കാനും, നിൻ്റെ നാമമഹത്വപ്പെടുത്തിയെടുക്കാനുമാണ് ദൈവം ഈ സഹനം തന്നത്. എന്തിനാ? നീ അനുദപിക്കുമ്പോൾ ഈ തടസ്സമായിട്ടിരിക്കുന്ന ദൈവ വാഗ്ദാനങ്ങൾ നിന്നിൽ നിറവേറാൻ വേണ്ടിയിട്ടാണ് ദൈവം സഹനം അനുവദിച്ചു തന്നെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഇതിൽ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ആദ്യം പലവരും തെറ്റിദ്ധരിക്കും. കുറ്റബോധം, അനുതാപം എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ ദൈവത്തിനെതിരെ പാപം ചെയ്തു പോയി. പലവരും കുറ്റബോധം ഉണ്ടാവും. കുറ്റബോധം പാവമാണ്. കുറ്റബോധം മനസ്സിൽ വയ്ക്കുക, ഞാൻ ചെയ്തു പോയി, ഞാൻ പാവം ചെയ്തു പോയി, ഞാൻ പാവം ചെയ്തു പോയി. അപ്പോൾ ആ വ്യത്യാസം ആദ്യം മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് അനുദപിക്കാൻ പറ്റൂ. എങ്ങനെയാണ് അനുദപിക്കേണ്ടത്? പ്രൈസ് ദി ലോർഡ്. ഈ എങ്ങനെയാണ് അനുതാപവും കുറ്റബോധവും തമ്മിൽ എന്താ വ്യത്യാസം? ഗിൽട്ട് ആൻഡ് റിപ്പൻറ്റൻസ്. പലവരും നമ്മളെ മനസ്സിൽ ഒരു പാപം ചെയ്തു പോയി, ഒരു തെറ്റ് ചെയ്തു പോയി, പാപം ചെയ്തു പോകുമ്പോഴത്തേക്കും ഞാൻ അനുദപിച്ചെന്ന് പറയണതൊക്കെ പലപ്പോഴും അത് കുറ്റബോധമായിട്ട് മാറും. പ്രൈസ് ദി ലോർഡ്. അത് പത്രോസിനും യൂദാസും പാപം ചെയ്ത് ദൈവത്തിനെതിരെ, പത്രോസ് അതിനേക്കാളും കൂടുതൽ 3 പ്രാവശ്യം ചെയ്ത്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ രക്ഷിക്കപ്പെട്ടതാരാ? പത്രോസാണ്. അതെന്താ കാര്യം? ഒരു സ്ഥലത്ത് കുറ്റബോധമായിരുന്നു, ഒരു സ്ഥലത്ത് അയാളും പോയിട്ട് എന്താ ചെയ്തത്? 30 വെള്ളിക്കാശ് എരിഞ്ഞിട്ട് വന്ന് ഞാൻ പാവം ചെയ്തു പോയി എന്ന് പറഞ്ഞിട്ട്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ അയാൾക്ക് രക്ഷ കിട്ടിയില്ല, അയാൾ ആത്മഹത്യ ചെയ്ത്. പക്ഷേ പത്രോസ് അയാളെന്ത് ചെയ്ത്? അയാളും തെറ്റ് ചെയ്ത് അയാൾ അനുദപിച്ചപ്പോഴത്തേക്ക് അയാൾക്ക് രക്ഷ കിട്ടി. അതിൻ്റെ കാരണം എന്താ? പ്രൈസ് ദി ലോർഡ്. അനുതാപത്തിൽ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചൊരു ബോധ്യം ഉണ്ടാകണം. ഞാൻ എന്ത് ചെയ്താലും എൻ്റെ ദൈവം അതേപോലെ എന്നെ സ്നേഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. മറ്റു സ്ഥലത്ത് കുറ്റബോധം എന്ന് പറഞ്ഞാൽ പേടി. ഞാൻ അനുഭവിക്കുന്ന ശാപമെല്ലാം ഞാൻ ചെയ്ത ഈ പ്രവൃത്തി കൊണ്ടാണ് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് പറഞ്ഞാൽ ഇങ്ങനെ പേടിച്ച് ഇനി എനിക്ക് രക്ഷയില്ല, എനിക്കിനി രക്ഷയില്ല എന്ന് പറഞ്ഞിങ്ങനെ വിചാരിക്കുമ്പോഴത്തേക്കും അപ്പം അനുദപിക്കണം. ദൈവം ആ സമയത്ത്
നിന്നെ ക്ഷമിക്കും. ഒരു ബോധ്യമാണ്, ദൈവസ്നേഹമാണ്. 1 യോഹന്നാൻ 4:18 പറയുന്നത്, പേടി വരുമ്പോഴത്തേക്ക് അവിടെ സ്നേഹത്തിന് സ്ഥലമില്ല. പ്രൈസ് ദി ലോർഡ്. പേടിയുള്ള സ്ഥലത്ത്. അപ്പോൾ കുറ്റബോധം പേടിയാണ്. ഹല്ലേലൂയ. അപ്പോൾ എൻ്റെ മോന് എന്താ ചെയ്തതെന്ന് വെച്ചാൽ, എൻ്റെ കയ്യിൽ കുറേ കാശുണ്ട്. അവൻ അലമാരിയിരുന്ന് 1000 രൂപ കട്ട് എന്ന് വെച്ചോ. പ്രൈസ് ദി ലോർഡ്. പിന്നെ അവനിക്ക് മനസ്സിലായി, 1000 രൂപ കട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ കണ്ടുപിടിച്ചു നീ 1000 രൂപ കട്ടിട്ടുണ്ടെന്ന്. പിന്നെ അവനിക്ക് മനസ്സിലായി, അവനിക്ക് അഥവാ എന്നോട് പേടിയാണ്, എൻ്റെ മുമ്പിൽ വന്നാൽ ഞാൻ അടിക്കുമെന്ന് പേടിയുണ്ടെങ്കിൽ അത് കുറ്റബോധമാണ്. അവൻ എൻ്റെ കാലിൽ വന്ന് വീണ് എങ്ങനെയാണെന്ന് വെച്ചാൽ, അവൻ പിന്നെ മനസ്സിലാക്കിയ എന്താ, എൻ്റെ സ്വത്തെല്ലാം, കോടിക്കണക്കിൻ്റെ സ്വത്തെല്ലാം ഞാൻ മുൻകൂട്ടി തന്നെ അവനിക്ക് എഴുതി വച്ചിരിക്കുകയാണ്. അവനിക്കത് അറിയാൻ ഇടയായപ്പോഴത്തേക്കും അവൻ ഒന്ന് കാലിൽ വീണ് എൻ്റെ സ്നേഹം മനസ്സിലാക്കി. പിന്നെ തെറ്റ് ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മൾ അത് മനസ്സിലാക്കണം. ദൈവം ഈ ലോകത്തിലുള്ള എല്ലാം നിനക്ക് വേണ്ടി തന്നിരിക്കുക. അത്രയും കരുതലുണ്ട് ദൈവത്തിന്. എന്നിട്ടും അത്രയ്ക്ക് വിശ്വാസമുണ്ട്, നിന്നോട് വിശ്വാസമുണ്ട്. എന്നിട്ട് ഞാൻ ദൈവത്തിനെതിരെ പാപം ചെയ്തു പോയി, എന്നെ ദൈവം സ്നേഹിക്കുകയാണ്, എന്നോട് ക്ഷമിക്കും, ആ ഒരു ബോധ്യം ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒരിക്കലും പേടിക്കരുത്. അയ്യോ ഞാൻ ഇതൊക്കെ അനുഭവിച്ചു. പലവരും എന്നോട് കൗൺസിലിങ്ങിൽ പറയാറുണ്ട്, ഞങ്ങൾ പണ്ട് ചെയ്ത പാവമാണ് ഇന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, എൻ്റെ ജീവിതത്തിൽ ഉയർച്ചയില്ലാത്തതിൻ്റെ കാരണം അതാണ്. അതെല്ലാം കുറ്റബോധമാണ്. നീ മുട്ടിപ്പേ നിന്ന് ദൈവം ആഗ്രഹിക്കുക, നീ എടുത്ത് പറയണം, കൺഫസ് ചെയ്യണം, ഞാൻ ദൈവമേ നിനക്കെതിരെ പാവം ചെയ്തു പോയി. പക്ഷേ ഇതിലൊരു പ്രശ്നമുണ്ട്. എങ്ങനെയാണ് ഇത് നമ്മൾ അനുതാപം പൂർത്തീകരിക്കണമെന്നുണ്ടെങ്കിൽ, അപ്പോസ്തലപ്രവർത്തകൻ 26:20 പറയുന്നത്, നീ അനുതപിക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, നീ അനുതപിക്കുമ്പോൾ അത് പ്രവൃത്തി കൊണ്ട് കാണിക്കണമെന്നാണ്. നമ്മളെല്ലാം വാക്കുകൊണ്ട് അങ്ങോട്ട് ഞാൻ അനുതപിക്കുകയാണ്, എന്നോട് ക്ഷമിക്കണേ, ഞാൻ ഈ പാവം ചെയ്തു പോയി, ക്ഷമിക്കണേ, കുമ്പസാരത്തിലേക്ക് പറയും. പക്ഷെ പ്രവൃത്തിയിൽ കാണിക്കാറില്ല. ഹല്ലേലൂയ. സക്കയൂസ് പ്രവൃത്തിയിലാണ് കാണിച്ചത്. ആൾ അനുദപിച്ച് കഴിഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്, ഞാൻ പാവമായിട്ട് സമ്പാദിച്ചതിൻ്റെ എൻ്റെ സ്വത്തിൻ്റെ പകുതി ഞാൻ പാവങ്ങൾക്ക് തിരിച്ചു കൊടുക്കും. അപ്പോൾ അതുപോലെ നമ്മൾ പ്രവൃത്തി കാണിക്കണം. ആദ്യം നിൻ്റെ അയൽക്കാരോടോ ഇല്ല സ്വന്തക്കാരോടോ ആരുടെ അടുത്തെങ്കിലും അവർക്കെതിരെ സംസാരിച്ച്, ചീത്ത വാക്ക് സംസാരിച്ച്, ഇവിടെ ഒന്ന് കുമ്പസാരിച്ച് അനുദപിക്കുകയൊക്കെ ചെയ്യും. ഞാൻ പാവം ചെയ്തു പോയി എന്നൊക്കെ അനുദപിക്കും. പക്ഷെ അവരോട് പോയും ക്ഷമ പറയണം. ഹല്ലേലൂയ. അവരോട് പോയി ക്ഷമ പറയണം. ഈ അനുതാപത്തിന് വലിയ പവറാണ്. പരിശുദ്ധാത്മാവ് അപ്പം നിറയും. ഞാൻ ഇത് പണ്ടേ പറഞ്ഞിട്ടുണ്ട്. ഇത് കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ 2 ദിവസം മുമ്പ്, 2 ആഴ്ച മുമ്പ് ഒരു സിസ്റ്റർ എന്നെ വിളിച്ചിട്ടുണ്ടായി. അവരുടെ ചേട്ടൻ്റെ കൊച്ചാണെന്നൊന്ന്, അനിയൻ്റെ കൊച്ച്. അത് എന്നെ വിളിച്ചിട്ട് അവർ സങ്കടത്തിൽ കരഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്, 5 വയസ്സുള്ള കൊച്ച് മരിക്കാൻ പോയാണ്, എൻ്റെ അനിയൻ്റെ കൊച്ച്, അനിയനോ ചേട്ടനോ എനിക്ക് ഓർമ്മയില്ല, മരിക്കാൻ പോയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ബൈബിൾ എടുത്തപ്പോഴത്തേക്ക് എനിക്ക് ആദ്യം കിട്ടുന്നത് റിപ്പൻറ്റ് എന്ന് വെച്ചാൽ അനുദപിക്കാമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ആ കൊച്ചിൻ്റെ അച്ഛനോട് ഒന്ന് അനുദപിക്കാൻ പറയണമെന്ന് പറഞ്ഞപ്പോൾ സിസ്റ്റർ കുറേ കാര്യം പറഞ്ഞു. അപ്പോൾ സിസ്റ്റർ അത് വീഡിയോയിൽ നോക്കിയിട്ടാണ് നോക്കുന്നത്. ആ കൊച്ച് ഇങ്ങനെ വെൻറ്റിലേറ്ററിൽ വെച്ച് മരിക്കുകയാണ്, ഇപ്പം മരിക്കുമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ താഴെ എനിക്ക് കിട്ടിയത് ഫ്രം ഡെത്ത് ടു ലൈഫ് എന്ന് വെച്ചാൽ മരണത്തിലിരുന്ന് ജീവനിലേക്ക്. ഞാൻ പറഞ്ഞ് അനുദപിച്ച് കഴിഞ്ഞാൽ ആ കൊച്ച് ജീവിക്കും സിസ്റ്റർ, വിശ്വസിക്കേണ്ട, സാക്ഷ്യം പറയുമെന്ന്. പ്രൈസ് ദി ലോർഡ്. 1 മണിക്ക് ഏതാണ്ട് മണിക്കൂറിൽ മരിക്കേണ്ട കൊച്ചാണ്. അവർ അതേപോലെ വിശ്വസിച്ച് അനുദപിച്ച് ഇന്ന് വെൻറ്റിലേറ്ററിൽ നിന്ന് മാറ്റി, സിസ്റ്ററിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, വെൻറ്റിലേറ്ററിൽ നിന്ന് മാറ്റി ഇന്ന് വാർഡിലാണ്, പുറത്താണ് അവർ. ഇവിടെ വന്ന് സാക്ഷ്യം പറയുമ്പോൾ മനസ്സിലാവും. ആ കൊച്ച് അവർ ന്യൂസിലാൻഡിലാണ്. പ്രൈസ് ദി ലോർഡ്.
അപ്പോൾ ഈ അനുതാപത്തിന് വലിയ വിലയുണ്ട്. ഞാൻ ഒരു ദിവസം എൻ്റെ ഇവിടെ ഹോട്ടലിൽ ഞായറാഴ്ച ദിവസം ഒരു ദിവസം ഇരിക്കുമ്പോൾ, വൈകുന്നേരം ഇരിക്കുമ്പോൾ, ഞങ്ങളെ പ്രാർത്ഥനയ്ക്ക് കോയമ്പത്തൂർ വരുന്ന ഒരു കൊച്ച്, ഞാനത് നേരത്തെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, മെർലിൻ എന്ന് പറഞ്ഞിട്ട് ആ കൊച്ചിൻ്റെ പേര്. ആ കൊച്ച് ഇങ്ങനെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞ്, ഉറക്കെ കരഞ്ഞുകൊണ്ടാണ് വിളിക്കുന്നത്, എനിക്കൊന്നും കേട്ടില്ല, കുറേ കരഞ്ഞാണ് വിളിക്കുന്നത്.